ഒരിക്കലും ആരെയും ഡിസ്കറേജ് ചെയ്യാനല്ല. ബട്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ആ ഒരു ഫുൾ അവയർനെസ്സോട് കൂടി വേണം നിങ്ങളെപ്പോഴും ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ചില വഴികളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. നമ്മളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വരാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ അധികം എക്സാംസ് എഴുതാനുണ്ട്. ലാംഗ്വേജ് എക്സാംസ് നമുക്കൊന്നില്ലെങ്കിൽ PTO, OSCE അല്ലെങ്കിൽ IELTS എഴുതാം. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ സ്കോർസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അതൊരു ഫേവറിങ് കാര്യമാണ്. പിന്നെ NCLEX RN എക്സാമും OSCE എക്സാമും നമുക്ക് എഴുതാനുണ്ട്. ഈ OSCE എക്സാമിൻ്റെ പാസിംഗ് റേറ്റ് ഒക്കെ പണ്ട് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ പാസിംഗ് റേറ്റ് കൂടിയിട്ടുണ്ട്. എങ്കിൽ പോലും എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമാണ്. പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. NCLEX നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരുവിധം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും എക്സാം പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫിനാൻഷ്യലി അത്യാവശ്യം വലിയൊരു തുക ചിലവാകാനുള്ള സാധ്യതയുണ്ട്. ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. 44 ഇയേഴ്സിന് ശേഷം PR പോസിബിലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. നാമ വിസ കിട്ടിയെങ്കിൽ മാത്രമാണ് 44 ഇയേഴ്സിന് ശേഷം PRന് ചാൻസസ് ഉള്ളൂ. PR പാത്വേസ് വളരെ ചലഞ്ചിങ് ആണ്. 186ൻ്റെ അതായത് എംപ്ലോയി സ്പോൺസർഡ് വിസാസിൻ്റെ എണ്ണം ഇപ്പോൾ ഭയങ്കര കുറവാണ്. ബാക്കി വിസസ് എല്ലാം പോയിന്റ് ടെസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് വിസ പോയിന്റ്സ് കിട്ടുന്നത്. അപ്പം അത് ഒരു ചലഞ്ചിങ്. അപ്ഗ്രേഡ് അസസ്മെൻറ്റ് വളരെ സ്ട്രിക്റ്റും സ്ലോവുമാണ്. അപ്പോൾ നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താലും എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മുടെ വെരിഫിക്കേഷൻസ്, എക്സാംസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഏകദേശം 1 വർഷം മുതൽ 1.5 വർഷം എടുത്തേക്കാം. എക്സാംസ് ഇതിനിടയ്ക്ക് OSCE ക്ലിയർ ചെയ്യാനായിട്ട് 2-3 അറ്റംപ്റ്റ് എഴുതി വന്നാൽ അതിൽ കൂടുതൽ സമയം എടുക്കും. ഏജൻസ് ഇങ്ങനെ പർവ്വതീകരിച്ച് പറയുന്ന കാര്യങ്ങളിലൊന്നും അങ്ങനെ വിശ്വസിച്ച് പോകരുത്. എപ്പോഴും നിങ്ങൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മാറ ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്ത് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഏജൻറ്റ് ആയിരിക്കും മാറ രജിസ്റ്റേർഡ് ഏജൻസ്. വിസ ആപ്ലിക്കേഷൻ അവർ അസസ് ചെയ്യുമ്പോൾ ഹെൽത്ത് റിക്വയർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡിസബിലിറ്റീസ്, അതായത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ചിൽഡ്രൻസ് ഉണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും വിസ റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിസ പ്രോസസ്സിംഗ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അവെയർ ആയിരിക്കണം. ജോലി കിട്ടുന്നതിനെ പറ്റി ഒരു അനിശ്ചിതത്വങ്ങളുണ്ട് പല സമയങ്ങളിലും. അതായത് കോവിഡിന് ശേഷം റീഓപ്പൺ ചെയ്തതിന് സമയത്താണെങ്കിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എംപ്ലോയീസ് അത്രയും ഡെസ്പെറേറ്റ് അല്ല കാൻഡിഡേറ്റ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല അവർ ലോക്കൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് UK അയർലൻഡിലോ അങ്ങനെയുള്ള കൺട്രീസിൽ വർക്ക് ചെയ്ത ആൾക്കാരെ കുറേ കൂടെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം സീറോന്ന് തുടങ്ങണം. ഈവൻ നമുക്ക് എത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിരുന്നു, ആ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നെങ്കിലും നമ്മൾ വീണ്ടും നമ്മുടെ എബിലിറ്റീസും കാപ്പബിലിറ്റീസും പ്രൂവ് ചെയ്ത് സീറോയിൽ നിന്ന് വീണ്ടും കരിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരണം. ലൈഫും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ആദ്യം വരുമ്പോൾ ഒരു കൾച്ചറൽ ഷോക്ക് നമുക്ക് കിട്ടും. അതായത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്, വർക്ക് കൾച്ചർ ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നിങ്ങളൊരു ഫ്രഷറാണ് അല്ലെങ്കിൽ അധികം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസിങ് ഏരിയയിൽ തോന്നിയേക്കാം. നമ്മുടെ അപ്പോൾ രജിസ്ട്രേഷൻ കിട്ടാനാണ് ഏകദേശം 1 to 1.5 ഇയർ കിട്ടുന്നത്. പിന്നെയും വിസ അപ്ലൈ ചെയ്ത് പെർമനന്റ് വിസയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 1 ഇയറോളൊക്കെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ടൈം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാതെ തന്നെ ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് സൂട്ടബിൾ ഏതാണോ അത് ആലോചിച്ച് കണ്ടുപിടിക്കണം.